Good morning, all. Good Good morning. morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ആതിര മാം ആണ്. മാമിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മാം ടീച്ചറാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Thank you, ma'am. Good morning, all. Morning. എൻ്റെ പേര് Good morning. ഗുഡ് മോർണിംഗ്. താങ്ക് യു. എൻ്റെ പേര് ആതിര. ഞാൻ ടീച്ചറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം എനിക്ക് ഇങ്ങനൊരു അവസരം തന്നെ വിമ്പിളിനും അതുകൊണ്ടൊക്കെ തന്നെ അർച്ചന മാമിനും ഫൈസൽ സാറിനും ഒരു വെൽക്കം തന്ന സജന മാമിനും എല്ലാം താങ്ക്സ് പറയാണ്. ഇവിടെ രാവിലെ സൺഡേ ആണ്, നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഡേ ആണ്. എങ്കിലും എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ആവാനും പുതിയ പുതിയ സ്കില്ലുകളൊക്കെ പഠിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ്. അതേപോലെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെ, സാധാരണ നമ്മൾ തുടങ്ങുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. സാധാരണ തുടങ്ങുന്നതിന്റെ കൂട്ട് എല്ലാ കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫസ്റ്റിലെ തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താന്നുള്ളത് എല്ലാവരും കണ്ടായിരിക്കുമല്ലോ. ഷൈൻ ഇൻ യുവർ ഓൺ വേ. നമ്മുടെ രീതി എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ഷൈൻ ചെയ്യുക, നമ്മുടേതായ രീതിയിൽ ഷൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ സൈലന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ടോക്കറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും നിങ്ങളുടെ ക്യാരക്ടറിനെ ഒന്ന് സെൽഫായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ? നമ്മള് എങ്ങനെയാന്ന് നമുക്കൊരു അവയർനെസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ആണ്. അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ടോക്കറ്റീവ് ആണ്, അല്ലെങ്കിൽ വളരെ സൈലന്റ് ആണ്, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ടൈംസ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും, അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞത് 1921 കാൾ ജങ് എന്നുള്ള സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം നമുക്ക് ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് എന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ അതിൽ തന്നെ ഒരു എക്സ്റ്റൻഷൻ വന്നു, അതാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം ഹാൻസ് ഐസങ്ക് എന്നുള്ള സയന്റിസ്റ്റ് ഇതിനെ വളരെ സയന്റിഫിക് ആയിട്ട് പഠിക്കുകയും ഇത് ഓരോന്ന് എന്താന്ന് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പം സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇൻട്രോവേർട്ടുകളെ കുറിച്ച് പറയാം. അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു എനർജി ഒക്കെ ഫീൽ ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടാറുണ്ടോ? എനിക്കിഷ്ടമാണ്. സജന മാമിന് ഇഷ്ടമാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അതേപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനർജി? ചന്ദ്രമാവിനും ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എനർജി ഫീൽ ചെയ്യും, ഹാപ്പിനെസ് കിട്ടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് ഇൻട്രോവേർട്ട് എന്ന് പറയും. അവരെ ഇൻട്രോവേർട്സ് എന്ന് പറയും. അപ്പൊ ഇൻട്രോവേർട്ടുകൾക്ക് പൊതുവെ ഡീപ്പ് തിങ്കിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇവരെപ്പോഴും സൈലന്റ് ആയിരിക്കും. ഇവരുടെ മൈൻഡ് വളരെ പവർഫുൾ ആയിരിക്കും. ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് റീഡ് ചെയ്യാനും അതേപോലെ ഡ്രോയിങ്ങുകളൊക്കെ ചെയ്യാനും ഒക്കെ ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഒറ്റയ്ക്ക് ഇരുന്നാൽ തന്നെ വളരെ ഹാപ്പിനെസ്. ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഹൈലി സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് വളരെ കാമായിട്ടും ഒരു തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ളതായിട്ടാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്.
അതേപോലെ ഇവർക്ക് ഭയങ്കര ക്രൗഡ് ആൻഡ് ഗ്രൂപ്പ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതവർക്ക് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇവരുടെ ബ്രെയിൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഹൈലി സ്റ്റിമുലേറ്റ് ആയതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ക്രൗഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അല്ലെ ക്രൗഡ് വരുമ്പോൾ ഇവർക്ക് എന്തായിരിക്കും, എനർജി കുറവായിരിക്കും. സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ വരുമ്പോഴും ഇവർക്ക് എന്തായിരിക്കും, എനർജി വളരെ കുറവായിരിക്കും. ഇവർക്ക് ഭയങ്കര ടയേർഡ് ആവുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പം ലെസ് സ്റ്റിമുലേഷനിൽ കംഫർട്ടബിൾ ആയിരിക്കും ഇവര്. അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവരാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ഈ ഇൻട്രോവേർട്ടുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഡീപ്പ് തിങ്കിങ് ഉണ്ടായിരിക്കും. ഇവർ ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും. അതേപോലെ ഇവർക്ക് കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇവർക്ക് എപ്പോഴും ന്യൂ ഐഡിയാസ് ആയിരിക്കും. അപ്പം ഡീപ്പ് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും. അതേപോലെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും, വളരെ അറ്റൻഷൻ ആയിരിക്കും. നന്നായിട്ട് ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് അതേപോലെ എന്താണ്, ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഇവർക്കുള്ള ചെറിയ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇവർക്ക് സമൂഹത്തിൽ ഇറുകിച്ചേരാൻ, സോഷ്യലൈസ് ചെയ്യാൻ ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇവരുടെ ഐഡിയാസ് ഒക്കെ ഓപ്പൺ അപ്പ് ആവാൻ ഇവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ളതൊക്കെയാണ്, ന്യൂ ഐഡിയാസ് ആണ്. പക്ഷെ ഇവർക്ക് ഓപ്പൺ അപ്പ് ആവാൻ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ ഇവർക്ക് ഓവർ തിങ്കിങ്, എപ്പോഴും ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരായിരിക്കും ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇൻട്രോവേർട്ടുകാർക്ക് എന്ന് പറയുമ്പോൾ ഡീപ്പ് തിങ്കിങ് ഉണ്ടായിരിക്കും, ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും, കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും, അതേപോലെ ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ടുള്ള ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എന്താണ്, ന്യൂ ഐഡിയാസ് ഇഷ്ടം പോലെ ഉള്ളവരായിരിക്കും. ആരെന്ന് പറയുന്നത്, ഇൻട്രോവേർട്ടുകാര് എന്ന് പറയുന്നത്. അപ്പം ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഹൈലി സ്റ്റിമുലേറ്റ് ആയിരിക്കും ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ഇവരുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നെർവസ് സെൽസ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രെയിൻ കെമിക്കൽ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളീൻ ആണ്. ഈ അസറ്റൈൽ കൊളീന് ഇവർക്ക് മെമ്മറിയും അതുകൊണ്ടൊക്കെ ലേണിങ്ങും മസിൽ മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, മെമ്മറി കൂട്ടാനും ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, മസിൽ മൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻട്രോവേർട്ടുകാർക്ക് ഈ അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്നത്. അപ്പം ഇൻട്രോവേർട്ടുകാരെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആരോടും ഒന്നും മിണ്ടാത്ത ആൾക്കാരാണ് എന്ന് നമ്മൾ മാറ്റി നിർത്തുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഇത്രയും ക്വാളിറ്റീസ് ഉണ്ട്. സോഷ്യലൈസ് ചെയ്യാൻ ഇവർക്ക് വളരെ എന്താണ്, കപ്പാസിറ്റി ഇത്തിരി കുറവാണെങ്കിലും ഇവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് ആൾക്കാർ എന്താണ്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഹാൻഡ് റൈസ് ചെയ്യുകയോ ആൻസർ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിൽക്കാലത്ത് അപ്പം ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കും, എന്താണ് സൈലന്റ്, വൈ ആർ യു സൈലന്റ് എന്ന് എപ്പോഴും ചോദിക്കും. അപ്പം വീട്ടിൽ വന്നിട്ട് ഈ സ്റ്റുഡന്റ് വിചാരിക്കും, ഞാൻ ഇൻട്രോവേർട്ട് ആണോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. അദ്ദേഹം വളർന്ന് പിന്നെ ഇന്ത്യയുടെ തന്നെ എക്കണോമിസ്റ്റ്, ഒരുപാട് ഡെവലപ്മെന്റുകളൊക്കെ ചെയ്ത് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഫിലിമിലൊക്കെ കുറെ ആൾക്കാർ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് ഫെമിലിയർ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയുന്നത്. ഫഹദ് ഫാസിൽ, അദ്ദേഹം ഇൻട്രോവേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ സായി പല്ലവി, അവരൊക്കെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആണ്. ക്രിക്കറ്റ് പ്ലെയേഴ്സിലാണെങ്കിൽ രാഹുൽ ദ്രാവിഡ്. അപ്പൊ ഈ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് വളരെ കാമായിട്ടും വളരെ കാമായിട്ട് തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവരും ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ, വളരെ കാമായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആരെന്ന് പറയുന്നത്, ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രോവേർട്ടുകാരെന്ന് പറയുന്നത് വളരെ സൈലന്റും കാമായിട്ടും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ബ്രെയിന് ഹൈലി സ്റ്റിമുലേറ്റഡും ആണ്. അവർക്ക് ക്രൗഡും ഗ്രൂപ്പും സൗണ്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളവരുമാണ്. നെക്സ്റ്റ് വൺ ആണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ആൾക്കാരോട് കാണുകയും അവരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർക്ക് എപ്പോഴും ഗ്രൂപ്പാണ്, ആളുകളിൽ നിന്നാണ് ഇവർക്ക് എനർജി കിട്ടുന്നത്. അങ്ങനെയുള്ള കൂട്ടരാണ് ഏതെന്ന് പറയുന്നത്, എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇവർക്ക് പാർട്ടി, ഫങ്ഷൻസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇഷ്ടം. ഇവർ ടോക്കറ്റീവ് ആണ്, എനർജറ്റിക് ആണ്, ലവ് ബ്രിങ് വിത്ത് പീപ്പിൾ. എപ്പോഴും പീപ്പിളിൽ നിന്ന് തന്നെ ഇവർക്കൊരു എനർജി കിട്ടും. ഇവര്
ക്രൗഡിൽ ഹാപ്പി ആവുന്ന ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരോട് എന്ത് ചോദിച്ചാലും അവര് നോ പറയത്തില്ല, യെസ്. ഒന്നും അറിഞ്ഞുകൂടാങ്കിലും ഇപ്പൊ ഒരു സ്റ്റേജിൽ കയറി ഒന്ന് സ്പീച്ച് പറയാൻ പറഞ്ഞാൽ ഇവർക്ക് അറിഞ്ഞുകൂടാങ്കിലും ഇവർ ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവർ കയറി നിന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടുകൾ എന്ന് പറയുന്നത്. ഇവർക്കെന്ന് പറയുന്നത് ഇവരുടെ ബ്രെയിനിൽ ലോ സ്റ്റിമുലേഷൻസ് ആയിരിക്കും, എനർജി ഇത്തിരി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. അവർക്ക് മോർ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ പീപ്പിളുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ബ്രെയിനിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, അതൊരു ബ്രെയിൻ കെമിക്കലാണ്. ഇത് നമുക്ക് റിവാർഡ് കിട്ടുകയും മോട്ടിവേഷൻ കിട്ടുകയും മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുകയും ഇമോഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഹാപ്പി ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആൾക്കാരോട് പീപ്പിളിനോട് മിങ്കിൾ ചെയ്തെങ്കിൽ മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ, എക്സ്ട്രോവേർട്ടുകാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എക്സ്ട്രോവേർട്ടുകാർ എന്ന് പറയുമ്പം ആൾക്കാരുമായിട്ട് മിങ്കിൾ ആയെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവർ വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവരാണ്, വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഇവർ സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, സമൂഹത്തിൽ വളരെ സജീവമായിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റികളുണ്ട്, വേഗത്തിൽ റിലേഷൻഷിപ്പുകൾ സ്ഥാപിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടുകൾ എന്ന് പറയുന്നത്. ഇവർക്ക് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇവർക്ക് സെൽഫ് അവയർനെസ് കുറവായിരിക്കും. ഇവര് വളരെ ആവേശത്തിൽ ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ്, ഇവർക്ക് വളരെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അതേപോലെ കൂടുതൽ സംസാരിക്കുകയും കുറച്ച് ലിസൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആരെന്ന് പറയുന്നത് എക്സ്ട്രോവേർട്സ് എന്ന് പറയുന്നത്. അപ്പം എക്സ്ട്രോവേർട്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കും. സെക്കൻഡ് പോയിന്റ് ഇവര് സോഷ്യലൈസ് ചെയ്യുന്നവരായിരിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതായിരിക്കും, വേഗത്തിൽ റിലേഷൻഷിപ്പുകൾ സ്ഥാപിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ഇത്തിരി കുറവായിരിക്കും. ഇവര് സ്വയം വിശകലനം ചെയ്യുന്നത് ഇവർക്ക് ഇത്തിരി കുറവായിരിക്കും. ഇവര് വളരെ ആവേശത്തിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നവരായിരിക്കും. തേർഡ് പോയിന്റ് എളുപ്പത്തില് ശ്രദ്ധ ഇവർക്ക് ഡിസ്ട്രാക്റ്റ് വരുന്നവരായിരിക്കും. കൂടുതൽ സംസാരിക്കുകയും കുറച്ച് കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്തെന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, ഇൻട്രോവേർട്ടുകാരെയും എക്സ്ട്രോവേർട്ടുകാരെയും. അപ്പൊ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാര്, എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്, ഒരുപാട് സംസാരിക്കുകയും വളരെ ആക്റ്റീവ് ആവുകയും വളരെ എന്താണ് സർക്കിളിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റികളൊക്കെ ഉള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഈ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഒരുപാട് സംസാരിക്കുകയും മിങ്കിൾ ചെയ്യുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹാപ്പിനെസ് കിട്ടുന്നവര്. യെസ്. സൂസൻ മാമ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്, ആൾക്കാരെ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ 100% അങ്ങനെയാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഒരു ഭാഗം ഐ ലൈക്ക് ബീയിങ് വിത്ത് പീപ്പിൾ, ടോക്കിംഗ് ടു പീപ്പിൾ. പക്ഷെ ഐ എൻജോയ് മൈ ഓൺ ടൈം ആസ് വെൽ. സോ ഓക്കെ ഓക്കെ. അപ്പം അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. അപ്പൊ നമുക്ക് അതെ, എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞ എന്തോ ഇൻട്രോവേർട്ട് മാം പറഞ്ഞ മാതിരി ഇൻട്രോവേർട്ട് ഉണ്ട്, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ചിലതില്ല. അതെ അതെ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. അപ്പം നമുക്ക് ഈ കോൾജിങ് എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ആണ് ഫസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പൊ അത് മനസ്സിലായി എല്ലാ ആൾക്കാർക്കും. ഫസ്റ്റ് എന്താണ്, ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ഫുള്ളായിട്ടില്ല, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് കൂടുതലും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നമുക്കൊരു പുതിയ പേഴ്സണാലിറ്റിയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അതാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് വളരെ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവര് ഇൻട്രോവേർട്ടുമാണ് എക്സ്ട്രോവേർട്ടുമാണ്. അപ്പൊ രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും കൂടെ ഒരു മിക്സ്ഡ് ഫോർമാറ്റ് ആണ് ഏതെന്ന് പറയുന്നത് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഇവര് ചിലപ്പോൾ
വളരെ സൈലന്റ് ആയിരിക്കും, ചിലപ്പോൾ വളരെ എന്തായിരിക്കും സജീവമായിരിക്കും. ചിലപ്പോൾ വളരെ സൈലന്റ് ആയിട്ടുള്ളവരും സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരും അറ്റ് എ ടൈമിൽ ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ ഇവർ ഫ്രണ്ട്സിനൊപ്പം വളരെ ചില്ലായിട്ടിരിക്കുകയും ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ അവർ വളരെ സൈലന്റ് ആയിട്ട് ഒറ്റയ്ക്കിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും അവരുടെ ടൈമുകളൊക്കെ അതിനായിട്ട് സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പം ആംബിവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പം ബ്രെയിൻ ബാലൻസ്ഡ് ലെവലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇവർക്ക് ഏത് സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇവരുടെ ബ്രെയിനും ഈ അഡ്ജസ്റ്റ്മെന്റ് അറിയാവുന്നത് കൊണ്ട് ഏത് സിറ്റുവേഷനിലും ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഏത് പീപ്പിളിന്റെ കൂടെയും വളരെ ഡൈനാമിക് ആയിട്ട് ചേരാനും ഇവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആംബിവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ബാലൻസ്ഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് ഇവർ ചേഞ്ച് ചെയ്യുന്നവരായിരിക്കും. ഇവർക്ക് നല്ല ഒരു സ്കില്ലുണ്ട്. ഈ ആംബിവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നല്ലതാണ്. എളുപ്പത്തിൽ ഇവർക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഫ്ലെക്സിബിൾ ആവാനും പറ്റും. അപ്പൊ ആംബിവേർട്ടുകാർക്ക് ബാലൻസ്ഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അവരുടെ ബിഹേവിയർ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവരുടെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാവരുമായിട്ട് ഡൈനാമിക് ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർക്ക് രണ്ട് ടൈപ്പ്, ഇവർ ഇൻട്രോവേർട്ടും ആണ് എക്സ്ട്രോവേർട്ടും ആണ്. അതുകൊണ്ട് ഇവരുടെ ആശയങ്ങൾ എപ്പോഴും ഐഡിയാസിൽ ഒരു കൺഫ്യൂഷൻ ഇവർക്ക് എപ്പോഴും വരാറുണ്ട്. പിന്നെ മൂഡ് ചേഞ്ച് ആവുന്ന അനുസരിച്ചാണ് ഇവരുടെ ഐഡിയാസും വരുന്നത്. ഇവരുടെ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഡിസിഷൻ എടുക്കാനും ആർക്ക് ബുദ്ധിമുട്ടുണ്ട്, ആംബിവേർട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ള. ഇപ്പൊ ആംബിവേർട്ടുകാരെന്ന് പറയുമ്പം ഇൻട്രോവേർട്ടും ആണ് എക്സ്ട്രോവേർട്ടും ആണ്. അപ്പൊ ആംബിവേർട്ട് ആയിട്ടുള്ള ഒരു ഫേമസ് പേഴ്സണാലിറ്റിയെ നമുക്കറിയാം, ഡോക്ടർ അബ്ദുൽ കലാം സാർ. അദ്ദേഹം വളരെ കാമുമാണ്, അറ്റ് എ ടൈമിൽ അദ്ദേഹം നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറും ആണ്. അപ്പം അങ്ങനെയുള്ള ആളാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുൽ കലാം സാർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫേമസ് പേഴ്സണാലിറ്റി ആയ ഫിലിം സ്റ്റാറുകളായ മോഹൻലാൽ സാറ്, അതേപോലെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്ന MS ധോണി, മഞ്ജു വാര്യർ ഫിലിം സ്റ്റാർ ആണ്. ഇവരെല്ലാം എന്താണ് ആംബിവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അരുന്ധതി റോയ്, അവർ വളരെ തോട്ട്ഫുള്ളും എക്സ്പ്രസീവ് ആയിട്ടുള്ള റൈറ്റർ ആണ്. അവരെല്ലാം ആംബിവേർട്ട് ആണ്. അപ്പൊ ആംബിവേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർ ബാലൻസ് ചെയ്തിട്ടുള്ളവരാണ്. ഇവർ ഇൻട്രോവേർട്ടും ആണ്, അതിന്റെ കൂട്ടത്തിൽ എന്താണ് എക്സ്ട്രോവേർട്ടും ആണ്, വളരെ ക്വയറ്റും ആണ്. അതേസമയം സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞത് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് ആണ്. ഇനി ഇതൊന്നും അല്ലാതെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒമ്നിവേർട്ട്. ഈ ഒമ്നിവേർട്ട് എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി ഒന്നുമല്ല. ഒമ്നിവേർട്ട് എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകളും അതുകൊണ്ട് റിസർച്ചേഴ്സും ഒക്കെയാണ് ഇത് തിയറി വെച്ച് പ്രൂവ് ചെയ്തിട്ടുള്ളതല്ല. ഒമ്നിവേർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവര് ചില ദിവസങ്ങളിൽ ഫുൾ സൈലന്റ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഇവര് ഫുൾ എനർജറ്റിക് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, നമ്മൾ പറഞ്ഞത് ആംബിവേർട്ടിനെ കുറിച്ചായിരുന്നു. ആംബിവേർട്ട് എന്ന് പറയുമ്പോൾ അവര് 50% ഇൻട്രോവേർട്ട്, 50% എക്സ്ട്രോവേർട്ട്. അവർ ബാലൻസ് ചെയ്തായിരിക്കും അവരുടെ നേച്ചർ വരുന്നത്. ഒന്നും ഹൈയും അല്ല, ഒന്നും ലോയും അല്ല. അതേസമയം ഒമ്നിവേർട്ട് എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ അവർ ഫുൾ സൈലന്റ്, ചില ദിവസങ്ങളിൽ അവർ ഫുൾ എനർജറ്റിക് ആയിരിക്കും. ഒമ്നിവേർട്ടുകളുടെ ബ്രെയിനും എക്സ്ട്രീം ഷിഫ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഇവര് ഇൻട്രോവേർട്ടുകൾ പോലെ കാം ആൻഡ് സൈലന്റ് ആയിരിക്കും. ചില ദിവസങ്ങളിൽ എക്സ്ട്രോവേർട്ട് പോലെ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടുകളെക്കാളും എനർജറ്റിക് ആൻഡ് ടോക്കറ്റീവ് പേഴ്സൺസ് ആയിരിക്കും. ഇവരുടെ മൂഡ് സ്റ്റിമുലേഷൻസ് അനുസരിച്ച് ഇവരുടെ ബ്രെയിൻ എന്താണ് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്യുന്നവരായിരിക്കും. എക്സ്ട്രീം സ്റ്റിമുലേഷൻ നീഡായിട്ടുള്ള ആൾക്കാരായിരിക്കും ഏതെന്ന് പറയുന്നത് ഒമ്നിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആംബിവേർട്ടുകളെക്കാൾ എക്സ്ട്രീം വേർഷൻ ആയിരിക്കും ഏതെന്ന് പറയുന്നത് ഒമ്നിവേർട്ട് എന്ന് പറയുന്നത്. ഇവര് 100% ഇൻട്രോവേർട്ടും ആണ്, 100% എന്താണ് എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇവരുടെ മൂഡ് അനുസരിച്ചായിരിക്കും ഇവര് കംപ്ലീറ്റ് ആയിട്ട്
ചേഞ്ച് ആയത്. ഒരു ദിവസം അവർ ഫുള്ള് സംസാരിക്കാതിരിക്കും, ഒരു ദിവസം ഇവരെന്തായിരിക്കും ടോക്കറ്റീവ് ആയിട്ടിരിക്കും. ഈ ഒംനിവേർട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീം ചേഞ്ചസ് ആയിരിക്കും ഇവർക്ക് എപ്പോഴും വരുന്നത്. എക്സ്ട്രീം ചേഞ്ചസ് ആയിരിക്കും ഇതിന് വരുന്നത്, ഈ ഒംനിവേർട്ടുകാർക്ക് വരുന്നത്. അപ്പൊ ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടുകാരെ പോലെ ആയിരിക്കും ഇവര് പെരുമാറുന്നത്. വളരെ അഡാപ്റ്റബിൾ ആയിരിക്കും, ഈ രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കും. ഇവര് സോഷ്യലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. ഡൈനാമിക് പേഴ്സണാലിറ്റി ആണ് ആർക്കുള്ളത്? ഓംനിവേർട്ടിനുള്ളത്. ഇവരുടെ ക്യാരക്ടേഴ്സ്, ഇവരുടെ ഡിസഡ്വാൻറ്റേജ് ആണ് ഇവരുടെ ക്യാരക്ടേഴ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മാനസിക മാറ്റങ്ങളൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവുള്ളവരായിരിക്കും. ഇവർക്ക് ഒരു കൺസിസ്റ്റൻസിയും വളരെ കുറവുള്ളവരായിരിക്കും. ഏതെന്ന് പറയുന്നത് ഒംനിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒംനിവേർട്ട് എന്ന് പറയുമ്പം ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടുകളെ പോലെ പെരുമാറുന്നവരാണ്. ഇത് രണ്ടും ഏത് ലെവലാണ്? എക്സ്ട്രീം ലെവലാണ്. വളരെ അഡാപ്റ്റബിൾ ആണ്, വളരെ സോഷ്യൽ സ്കിൽസ് ഉള്ളതാണ്, പിന്നെ ഡൈനാമിക് പേഴ്സണാലിറ്റി ആണ്. ഇവരുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവരുടെ ക്യാരക്ടേഴ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവർക്ക് മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവർക്ക് സ്ഥിരതയും കുറച്ച് കുറവായിട്ട് വരും. അങ്ങനെയുള്ളവരാണ് ഏതെന്ന് പറയുന്നത് ഒംനിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒംനിവേർട്ടിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഫിലിം സ്റ്റാർ പൃഥ്വിരാജ്. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹം വളരെ സംതിങ് റിസർവ്ഡ് പേഴ്സണാലിറ്റി ആണ് ഇന്റർവ്യൂസിലൊക്കെ ആയാലും. അതേപോലെ സംടൈംസ് അദ്ദേഹം വളരെ ബോൾഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹവും എന്താണ് ഹൈലി എക്സ്പ്രസീവ് ആണ്. ചില ടൈമിൽ നമുക്ക് അദ്ദേഹത്തിന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ആർക്കുള്ളത്? ഡൊണാൾഡ് ട്രംപിനുള്ളത്. നമ്മളുടെ ഫിലിം സ്റ്റാർ തന്നെയായ നസ്രിയ, അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാള് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹവും വളരെ അഗ്രസീവും ആണ്, വളരെ കാമായിട്ടുള്ള നേച്ചറുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ഒംനിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞത് ഏതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറയുന്നത്? നമ്മള് ഇൻട്രോവേർട്ടിനെ കുറിച്ച് പറഞ്ഞു, വളരെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എക്സ്ട്രോവേർട്ടിനെ കുറിച്ച് പറഞ്ഞു, അത് പബ്ലിക്കിനോട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ആംബിവേർട്ടിനെ കുറിച്ച് പറഞ്ഞു. എക്സ്ട്രോവേർട്ടും ആണ് ഇൻട്രോവേർട്ടും ആണ്, അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നവരാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഒംനിവേർട്ടിനെ കുറിച്ചാണ്. ഇവരെന്താണ് എക്സ്ട്രീം ലെവലിലായിരിക്കും. എക്സ്ട്രീം ലെവലിൽ സൈലന്റും ആയിരിക്കും, എക്സ്ട്രീം ലെവലിൽ എനർജറ്റിക്കും ആയിരിക്കും. ഇതൊന്നുമല്ലാതെ പുതിയൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ടൈപ്പിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. അതാണ് ഒട്രോവേർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഒട്രോവേർട്ട്? ഈ ഒട്രോവേർട്ടിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നോട്ട് ടു ലോങ് അഗോ വന്ന ഒരു സംഭവമാണല്ലോ. അതെ. അപ്പം നമ്മൾക്ക് അമേരിക്കൻ സയന്റിസ്റ്റ് ആയ റാം കിയോൻവിസ്കി ആണ് ഈ ഒട്രോവേർട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത്. അദ്ദേഹം പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നതും, ഇവർക്ക് കൂടുതലും എന്താണ് ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ ഇഷ്ടം. പക്ഷെ ഇവർക്ക് ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും? സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഒട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇവരുടെ സ്പേസ് ഇവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരതുകൊണ്ട് ഈ ഒട്രോവേർട്ട് എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കും. ഇവരുടെ ടൈം ഒന്നും ഇവര് വേസ്റ്റ് ചെയ്ത് കളയത്തില്ല. എപ്പോഴും അവരുടെ ഒരു സ്പേസ് അവർക്കായിട്ട് അവര് മാറ്റി വെച്ചിരിക്കും. ഇവർ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അതേപോലെ ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? സോഷ്യലൈസ് ചെയ്യും, ആവശ്യമുള്ളപ്പോൾ മാത്രം. പിന്നെ ഇവര് ആംബിവേർട്ടിനെ പോലെ ഇവരെന്താണ് ഇവര് ആംബിവേർട്ടിനെ പോലെ എക്സ്ട്രീം ഇതല്ല. ആംബിവേർട്ടുകാർ ബാലൻസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവർ അതേസമയം ഇങ്ങനല്ല, ഇവർക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവര് സോഷ്യലൈസ് ചെയ്യുന്നത്. ഇവരുടെ ടൈമോ എനർജിയോ ഇവര് വേസ്റ്റ് ആക്കത്തില്ല. ഇവർക്ക് ഗ്രൂപ്പിൽ ഇരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമാണെങ്കിലും അവരുടെ ഇഷ്ടമല്ലാത്ത ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടമല്ല, കുറെ ആൾക്കാർ വരുമ്പോൾ വെറുതെ ടൈം കളയുന്നത്, അങ്ങനെയൊന്നും ഇഷ്ടമല്ലാത്ത കൂട്ടരായിരിക്കും ഏതെന്ന് പറയുന്നത് ഒട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? നമ്മുടെ ഫിലിം സ്റ്റാർ നിവിൻ പോളി ഒട്രോവേർട്ട് ആണ്. അദ്ദേഹം വളരെ സെലക്റ്റീവ് ആണ്. അതേപോലെ അദ്ദേഹം സോഷ്യലിയും വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ പറയുകയും ആൻസേഴ്സ് പറയുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. സോണിയാഗാന്ധി അവരും ഫേമസ് പേഴ്സൺ ആണ്. അവരും എന്താണ് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആണ്. അപ്പം ഒട്രോവേർട്ട് എന്ന് പറയുമ്പം ഇഷ്ടമുള്ളപ്പോൾ മാത്രം
സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ഒട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളപ്പോൾ മാത്രം സോഷ്യലൈസ് ചെയ്യും. അപ്പൊ നിവിൻ പോളി, KL രാഹുൽ, അദ്ദേഹം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഫിലിം സ്റ്റാർ ആയ പാർവതി തിരുവോത്ത്, അനു സിത്താര, ഇവരെല്ലാം ഒട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ആടുജീവിതം എഴുതിയ ബെന്യാമിൻ, അദ്ദേഹവും ഒട്രോവേർട്ട് ആണ്. അപ്പൊ ഈ റൈറ്റേഴ്സ് ഒക്കെ കൂടുതലും എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവർക്കും വരും എങ്കിലും അവരെന്താണ് അവരുടെ സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്താണ് ഒട്രോവേർട്ട് എന്ന് പറയുന്നത്. ഈ ഒട്രോവേർട്ടിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ റാമി കാമിൻസ്കി ആണ്. ഈ ഒട്രോ എന്ന വേർഡ് ഒരു സ്പാനിഷ് വേർഡ് ആണ്. മറ്റുള്ളവർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഈ ഒട്രോവേർട്ട് എന്നുള്ള വേർഡ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഈ ഒട്രോവേർട്ട് എന്നുള്ളത് സോഷ്യലി എന്താണ് വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രം മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ഒട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഴ്സണാലിറ്റീസ് മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഏതായിരുന്നു? ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു. അത് വളരെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പില് മിങ്കിൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആംബിവേർട്ട് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്തു പോകുന്ന ആൾക്കാരാണ്. ഒംനിവേർട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലാണ്. 100% ഇൻട്രോവേർട്ട് ആവാം, 100% എക്സ്ട്രോവേർട്ടും ആവാം. ഒട്രോവേർട്ട് എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ഒട്രോവേർട്ട്. അവര് ഫ്രീഡംസ് ഒക്കെ നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഒരാൾ എന്നെ വാലിഡേഷൻ ചെയ്യും അങ്ങനെയുള്ള ചിന്തകളൊന്നും ആർക്കില്ല, ഒട്രോവേർട്ട് ഇല്ല. അതേസമയം ആംബിവേർട്ടുകാർക്ക് അതൊക്കെ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. എന്നെ എല്ലാവരും വാലിഡേറ്റ് ചെയ്ത് നല്ലൊരു ഇമേജ് എനിക്ക് വേണം എന്നുള്ളതാണ്. ഒട്രോവേർട്ടുകാർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും മിസ്സായാലും ഒരു വിഷയമില്ല. അവരുടെ ഹാപ്പിനെസ്, അവരുടെ ആ ഒരു സ്പേസിൽ കംഫർട്ട് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ഒട്രോവേർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ആവും. അത് നമുക്കറിയാമല്ലോ. നമുക്ക് പണ്ടുള്ള ക്യാരക്ടർ അല്ല ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ക്യാരക്ടേഴ്സ് മാറി മാറി വരാം. അപ്പൊ നമ്മൾ ഇതിൽ മെയിൻ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ട്രെങ്തൻ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് അത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുക എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഹൗ ടു ബിൽഡ് സ്ട്രോങ് പേഴ്സണാലിറ്റി? അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടുന്നത്? ഒരു സെൽഫ് അവയർനെസ് വേണം, അല്ലെ? നമ്മൾ എന്താണ്, നമ്മളെ മനസ്സിലാക്കുക. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ പോസിറ്റീവ് പേഴ്സൺ ആണോ നെഗറ്റീവ് പേഴ്സൺ ആണോ, അങ്ങനെ ഒരു സെൽഫ് അവയർനെസ് കൊണ്ടുവരിക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ലെവൽ. നമ്മുടെ സ്ട്രെങ്തിനെ പോളിഷ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു കോൺഫിഡൻസ്, നമ്മുടെ ആ സ്ട്രെങ്തിൽ നമ്മൾ ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഐഡിയാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ ഫസ്റ്റ് സെൽഫ് അവയർനെസ് വേണം. സെക്കൻഡ് പോയിന്റ് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. തേർഡ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമായതാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ആങ്കർ, സ്ട്രെസ്, ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതിൽ നമുക്ക് യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആങ്കറും അതേപോലെ സ്ട്രെസ്സും ഒക്കെ ഒരു പരിധി വരെ, ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡെയിലി നമ്മൾ ഈ പോസിറ്റീവ് തിങ്കിങ്ങും സ്ട്രെങ്ത് പോളിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമുക്കറിയാം പോസിറ്റീവ് തിങ്കിങ്ങിന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. നേരത്തെ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ക്ലാസ്സിൽ. പോസിറ്റീവ് തിങ്കിങ് ജേർണലിങ്, അഫർമേഷൻസ് എഴുതുക, അതേപോലെ തന്നെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, നല്ല പിന്നെ ഡെവലപ്മെന്റ് ബുക്കുകൾ വായിക്കുക, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. അതെല്ലാം എന്താണ് വിഷ്വലൈസ് ചെയ്യുക. ഇതെല്ലാം പോസിറ്റീവ് തിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ സിക്സ്ത് പോയിന്റ് ആണ് കണ്ടിന്യൂസ് ലേണിംഗ്. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്ട്രോങ് പേഴ്സണാലിറ്റി, ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും ആംബിവേർട്ട് ആയാലും ഒംനിവേർട്ട് ആയാലും ഓട്രോവേർട്ട് ആയാലും പ്രശ്നമില്ല. നമുക്ക് അതൊന്നും ഒരു വീക്ക്നെസ് അല്ല. ഇതിലായാലും നമുക്ക് എന്ത് കിട്ടിയാൽ മതി? സക്സസ് നേടിയാൽ മാത്രം മതി. അപ്പൊ നമുക്ക് സെൽഫ് അവയർനെസ്സും കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇമോഷണൽ കൺട്രോളും പോസിറ്റീവ് തിങ്കിങ്ങും പ്രാക്ടീസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേൺ ചെയ്യണം. ലേൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടാവാം, ഡിഫറെന്റ് സ്ട്രെങ്തൻസ് ഉണ്ടാവാം.
ബട്ട് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ വേൾഡ് മാത്രമേ ഉള്ളൂ. അത് മാത്രം എല്ലാവരും മൈൻഡിൽ വെക്കുക. ഇപ്പം എന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, രാവിലെ എല്ലാരെയും ഒന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ടൊന്ന് ചിന്തിപ്പിച്ചല്ലേ? അതെ അതെ ഓരോരുത്തരുടെയും ഏത് ടൈപ്പാണ് ഓരോരുടെ ക്യാരക്ടർ അതെ. എന്നുള്ളത്. യെസ്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലും നമ്മളെ പറ്റിയുള്ള അവയർനെസ് ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ പറഞ്ഞല്ലോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റുള്ളവരും ഏത് ടൈപ്പ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതെ അതെ ആൻഡ് ലൈക്ക് വി ടോക്ട് അബൌട്ട്, ഇത് ഒരു ടൈപ്പ് ആണെന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. എല്ലാത്തിന്റെയും ട്രേസസ് ഒക്കെ കാണും. അതെ പക്ഷെ അതില് സ്ട്രോങ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും. അതെ പോസിറ്റീവ്സ് ഒക്കെ മനസ്സിലാക്കി അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. നമ്മുടെ ഇന്ററാക്ഷൻസും കമ്മ്യൂണിക്കേഷൻസിനും ഒക്കെ മനോഹരമാക്കാനും. ഇനിയിപ്പോൾ ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു ഇതാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ പലതിലുമുള്ള അതുപോലെ ഗ്രൂപ്പിലൊന്നും അങ്ങനെ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണെങ്കിൽ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ മനസ്സിലാക്കി നല്ല ബാലൻസ്ഡ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതൊക്കെ കൂടുതൽ അവയർനെസ് വരുമ്പോൾ. സോ താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് ആൻ അവയർനെസ് ഇൻ എവരിബഡി ദിസ് മോർണിംഗ്. അതെ അതെ നമുക്ക് ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ നമ്മള് വിലയിരുത്തതും പോകുന്നത്. മറ്റേ നമ്മൾ നോർമലി അങ്ങ് പോവുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു പേഴ്സണെ കണ്ടാലും ഇപ്പം ഏത് ടൈപ്പാണ് എങ്ങനെയാണ് നമ്മളായാലും ഒന്ന് അവെയർ ചെയ്യും. എന്നിട്ട് അതനുസരിച്ച് നമ്മളായാലും നിൽക്കുന്നത്. മറ്റേ നമ്മള് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് നമുക്ക് അത്ര മറ്റു റീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾക്ക് അത്രയും നമ്മൾ തിങ്ക് ചെയ്യത്തില്ല. കപ്പാസിറ്റി ഇല്ലെന്നുള്ളതല്ല, നമ്മൾ തിങ്ക് ചെയ്യത്തില്ല. ഈ ഓട്ടോവേർഷൻ ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ട് വന്ന സംഭവമാണല്ലോ. അതിങ്ങനെ കുറച്ച് നാൾ മുമ്പ് പേപ്പറിൽ ഇതിനെപ്പറ്റി ഒരു ഇത് വന്നു. അങ്ങനെയാ ഞാനിത് മനസ്സിലാക്കി കൂടുതൽ. അപ്പൊ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്നത് പേപ്പറിൽ മനസ്സിലാക്കിയപ്പോ ഇതെന്ത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ആദ്യം ഗൂഗിളിൽ ചോദിച്ചപ്പം കിട്ടിയില്ല. അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ചോദിച്ചു വന്നപ്പോഴാണ്, പിന്നെ കൂടുതൽ ഇത് ചെയ്തപ്പോഴാണ് ഈ ബ്രോട്ട് ഇറ്റ് ഫോർവേഡ് ആയി ഡോക്ടർ രാമന്റെ പേരും ഒക്കെ കൊണ്ടുവന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് കുറെ നാളായതല്ല, പ്രിറ്റി ന്യൂ ആണ്. ന്യൂ ആണ്. നമ്മൾ ചാറ്റ്ജിപിടിയിലൊക്കെ ചോദിച്ചപ്പോഴും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. എക്സാക്ട്ലി. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റിയതായിരിക്കും, ഇൻട്രോവേർട്ട് ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അവനെ കുത്തി അല്ല ഇത് തന്നെയാണ്. പിന്നെ ആ ആളിന്റെ പേരടിച്ചു കൊടുത്തു. അപ്പോഴാണ് പിന്നെ അതിനെ ക്ലിക്ക് ചെയ്ത് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. But anyway, good that you brought it forward. Thank you very much and well presented. Thank you, ma'am. Thank you so much. ഫീഡ്ബാക്കുകളൊക്കെ വേഗം പറയുക. ഗുഡ് മോർണിംഗ് ആതിര മാം. യെസ് മനസ്സിലായി. വെരി മാം എന്റെ ബാച്ച്മേറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാം. ഒരുപാട് മാറ്റങ്ങളുണ്ട് മാമിൽ. കോൺഫിഡൻസ് ലെവലിൽ നല്ല മാറ്റമുണ്ട്. ഇനീഷ്യൽ ഡേയ്സിൽ മാം എങ്ങനെയായിരുന്നു നോട്ട് ഇത് ആ ഒരു കോൺഫിഡൻസ് കുറവ് നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ ഓൾവേസ് മാമിന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇപ്പൊ നല്ലൊരു മാറ്റമുണ്ട്. ടോപ്പിക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. എപ്പോഴും മാം നല്ല സ്റ്റഡി ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ മാമിന് ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യായിരുന്നു. ഇപ്പൊ അതല്ല, ഞാൻ കുറെ വർക്ക് ചെയ്യുന്ന ഇടയിൽ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ആ വോയിസിലിരുന്നും നല്ല കോൺഫിഡൻസ് ഉണ്ട്. മാം നല്ല ടോപ്പിക്കിനെ കുറിച്ചിട്ട് യു ആർ അവെയർ ഓഫ്, യു നോ ഇറ്റ് എന്നുള്ള രീതിയിൽ ഇന്ന് എനിക്ക് ഫീൽ ആയത്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഫോർ ദാറ്റ്. ഇനി മാം കുറെ ടോപ്പിക്സ് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ, ഞങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻസും ഈ ഓപ്പർച്യൂണിറ്റീസിന് യൂട്ടിലൈസ് ചെയ്തിട്ട് യു ക്യാൻ ഗ്രോ ഇൻ യുവർ ലൈഫ്. ആൻഡ് ഇനി ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു ടോപ്പിക്കാണ്. നമുക്ക് ഒരു ജനറേഷൻ ആൾക്കാർക്ക് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് മാത്രം അറിയുന്ന ഒരു കാര്യമായിരുന്നു. ഇത്തരം ഒരു വിത്ത് എല്ലാ ഫീൽഡിലും ഡെവലപ്മെന്റ്സ് മാതിരി ഇവിടെയോ ഡെവലപ്മെന്റ് വന്നിട്ട് പേഴ്സൺസിൽ ചേഞ്ചസ് ഉണ്ട്. സോ അതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
സോ അതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി തന്നു. അപ്പൊ ഇനീഷ്യലി മാം പറഞ്ഞപ്പോ എന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇൻട്രോവേർട്ട് എന്നുള്ള ബേസിക്കലി ഇൻട്രോവേർട്ട് ആയിരിക്കാം, പക്ഷെ കോമ്പിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാം പറഞ്ഞ മാതിരി നമ്മളുടെ ഈ ഓരോരോ പേഴ്സണാലിറ്റിയിലെ കുറവുകളുണ്ട്. ആ പേഴ്സണാലിറ്റിയുടെ കുറവുകൾ മാറ്റിയിട്ട് ബാക്കി പേഴ്സണാലിറ്റിയുടെ എന്താണ് എന്നുള്ളത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തായാലും ലൈഫിൽ മെജോറിറ്റി ഓഫ് us want to grow in life, want to settle in life. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർ കൊണ്ട് ഈ മാതിരി ക്ലാസ്സസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. നമ്മളെ മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് എപ്പോഴും പറയുന്നത് നോ യുവർ സെൽഫ്. എല്ലാ കാര്യത്തിലും നോ യുവർ സെൽഫ്. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് അറിയാൻ മാത്രമേ നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ക്രിയേറ്റിംഗ് ദിസ് അവയർനെസ് ആൻഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മാറ്റങ്ങൾ വരുത്തിയിട്ട് മുന്നോട്ട് പോവാ. താങ്ക് യു മാം. താങ്ക് യു. ഇത്രയും നല്ല ഫീഡ്ബാക്കുകളും നമുക്ക് ഒരു വലിയൊരു സപ്പോർട്ടായിട്ടൊക്കെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് താങ്ക് യു. ആതിര മാം സുഖല്ലേ? സുഖമാണ് സീന മാം. നല്ല സെഷനായിരുന്നു. പിന്നെ ഏറ്റവും എനിക്ക് പ്ലസ് ആയിട്ട് എപ്പോഴും പറയാനുള്ള ആതിര മാമിന്റെ ആ ഫേസ്, ആ പുഞ്ചിരിയാണ്. അത് എന്താണ് വളരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഏറ്റവും വലിയ പോസിറ്റീവാണ്. അത് കണ്ടിന്യൂ ചെയ്യുക. നല്ല ടോപ്പിക്. നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുമ്പോഴേ അത് ഞാനൊക്കെ ഒരു കോമ്പിനേഷൻ ലെവലാണ്. ഇൻട്രോവേർട്ട് അല്ലാനും അതേസമയം എന്നാൽ നമ്മളൊക്കെ പറ്റിയൊരു എന്താണ് പ്ലേസ് ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാത്തിനും ഓടി അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം കണ്ടന്റ് വളരെ റിച്ച് ആയിട്ട് നല്ല ഉഷാറായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ ഇനിയും നല്ല നല്ല സെഷനുകളും കാര്യങ്ങളും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സീന മാം. ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാം. സീന മാം പറഞ്ഞപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആയത്. നമ്മൾ ഈ ക്ലാസ് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ ലേബൽ ചെയ്യരുത്. ബിക്കോസ് നമ്മൾ ഡീപ്പായിട്ട് ഒരാളെ സ്റ്റഡി ചെയ്താലാണ് അയാൾ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ പിന്നെ ബാക്കി മാം പറഞ്ഞ പുതിയ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നെവർ ബി ജഡ്ജ്മെന്റൽ ആൻഡ് ലേബിൾ അതേഴ്സ്. ബിക്കോസ് നമ്മുടെ ബിഹേവിയർ അതിനനുസരിച്ചിട്ട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യും. So see that we understand and then we interact with others. ഇതും എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ഇൻ ദ ക്ലാസ് ത്രൂ. ചന്ദ്ര മാം പറഞ്ഞത് ശരിയാണ്. നമ്മൾ ആൾക്കാരെ അങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടില്ല. എങ്കിലും ഇപ്പം എന്റെയൊക്കെ മുന്നിൽ ഏറ്റവും വരുന്ന കുട്ടികളാണല്ലോ. അപ്പൊ അവരെയൊക്കെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് ഏത് പോയിന്റ് ആണ് വീക്ക്, ഏതാണ് ഒന്ന് സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്കായിരിക്കും ഒരു പ്രാക്ടിക്കൽ എക്സാമിന് പോയപ്പം 2 കുട്ടികൾ അവരുടെ ബിഹേവിയർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ വിചാരിച്ചു വേറെ പഠിക്കാനൊക്കെ ഇത്തിരി ബാക്കിലായിട്ടുള്ള കാറ്റഗറിയാണ് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു, സാർ എന്താണ് ഇങ്ങനെ വന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഇവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പം ഭയങ്കര ഷൈ ആയിട്ടിരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് ക്ലാസ് ടോപ്പേഴ്സ് ആണ്. ഫസ്റ്റ് ഇയറിലും ഒക്കെ ഫുൾ മാർക്ക് +1 വാങ്ങിച്ച കുട്ടികളാണ്. ഇവര് 2 പേര് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവര് ബോഡി ലാംഗ്വേജ് നോർമൽ അല്ല, ഇത്തിരി ഡിഫറെന്റ് ആണ്. പക്ഷെ അടുത്ത് വന്നപ്പം ഈ വൈവ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അടുത്ത് വരുമല്ലോ. അടുത്ത് വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യേ. ആ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടും. ഇവര് ഫേസ് പോലും നേരെ വെക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് സ്നേഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഈ ടോൺ ഡിഫറെന്റ് ആവുമ്പോഴാണല്ലോ ഇതൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. സ്നേഹത്തോടെ നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആൾക്കാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവത്തില്ല. അല്ലാതെ ജഡ്ജ്മെന്റ് ചെയ്ത് നമ്മൾ അതേപോലെ ബിഹേവ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചന്ദ്ര മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഷജില മാം. നല്ല സെഷൻ ആയിരുന്നു, നല്ല കണ്ടന്റ്. പിന്നെ നമുക്കിതൊക്കെ സ്വയം അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. അതായത് നമ്മളിൽ ചേഞ്ച് എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ആദ്യം നോക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രസന്റേഷൻ ശരിക്കും ഒരു ടീച്ചിങ് സ്റ്റൈല് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ
നന്നായിട്ട് മനസ്സിലാവണം എന്നുള്ളതിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ പ്ലസന്റ് ആയിട്ട് നല്ല സെഷനായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഷജീല മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. ഗുഡ് മോർണിംഗ് റവ സാർ. നല്ല സെഷൻ ആയിരുന്നു, നല്ല പ്ലസന്റ് ആയിട്ട് തന്നെ എടുത്തു. ലാസ്റ്റ് പറഞ്ഞതിന്റെ സ്പെല്ലിംഗ് എന്താണ്? ഓട്രോവേർട്ടോ? അതെ, ഓട്രോവേർട്ട് എന്ന് പറയുമ്പം OTROVERT. ഓക്കെ, ഞാൻ ഫസ്റ്റ് കേൾക്കണത്. അതെ. എന്തായാലും ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി സെഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ ആ കാറ്റഗറി പെട്ടതാന്ന് തോന്നുന്നു. താങ്ക് യു മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. എനിക്കും ഈ അത് സെക്ഷൻ കേട്ടപ്പോഴേ തംസപ്പ് ഇടുന്ന കണ്ടല്ലോ, അപ്പൊ മനസ്സിലായി ക്ലിക്ക് ചെയ്തെന്ന്. താങ്ക് യു റവ സാർ. എനിക്ക് ക്ലാസ് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സമയപരിമിതിയും പേപ്പർ വാലുവേഷനും എല്ലാം കൂടെ ഒക്കെ കൊണ്ട് ഞാനും വളരെ കുറച്ച് സമയത്തിൽ പ്രിപ്പയർ ചെയ്തെടുത്തേ. അപ്പം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് എന്താണ്, നമുക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് 2-3 പ്രാവശ്യം വായിക്കുവാണെങ്കിൽ 1 by 1 ആയിട്ട് പോയിന്റ്സ് വരും. അതേസമയം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് ഒന്ന് ഇത്തിരി ഇതാവുമ്പോഴാന്ന് തോന്നുന്നത് ഈ പറഞ്ഞ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരികയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു നെഗറ്റീവ് അതാന്ന് തോന്നുന്നു. നെഗറ്റീവ് ആണേലും അത് പലർക്കും പോസിറ്റീവ് ആവാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. അത് ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ എടുത്ത് പറയുമല്ലോ, കാരണം ആ. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളത് റിപ്പീറ്റ് ചെയ്യത്തില്ലേ. ആ. അപ്പൊ ആ ഒരു സ്റ്റൈലിന്റെ ഭാഗമാണ്. അതെ അതെ. ചെയ്യാറുള്ളത് എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പൊക്കെ ഞാൻ ബോറടിപ്പിക്കും ആൾക്കാരെ, വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞു. അടിപൊളി ക്ലാസ് ആയിരുന്നു. ഡയറക്റ്റ് ഓർമ്മ വരുന്നത് മോർണിംഗ് സർക്കിളിൽ കുറെ നാൾ മുമ്പൊക്കെ ഇങ്ങനെ ഓരോ ഡൗട്ട്സുകളൊക്കെ ചോദിക്കണ ആതിര മാമിനെയാണ്. ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. അടിപൊളി സെഷൻ ആയിരുന്നു. പ്രിപ്പറേഷൻ ഒന്നും വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നൂല കേട്ടാ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. കണ്ടന്റും അടിപൊളിയായിരുന്നു. കുറെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പുതിയ അറിവുകളാണ്. താങ്ക് യു സോ മച്ച്. ഇനി താങ്ക് ഇതുപോലെ യു സജന. ടോപ്പിക്സ് ആയിട്ടൊക്കെ വരണം. താങ്ക് യു. താങ്ക് യു സജന മാം. ഇപ്പൊ കാണാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ, അറിയുന്നേരെയും. അതെ അതെ, ഇത് പഴയ വീടാണ് ഞങ്ങളുടെ. അതെ അതെ, അല്ല ഇറ്റ്സ് വെരി ഗുഡ്. കാരണം ഇതിങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ ചുരുക്കം പേരാണ്. ബട്ട് റിയലി ബ്രിങ്സ് ബാക്ക് നൊസ്റ്റാൾജിയ. നാച്ചുറൽ ഫീൽ. ആതിര മാം പറഞ്ഞപ്പോ ഫസ്റ്റ് ആയിട്ട് ഓറൽ ശ്രദ്ധിച്ചത്. താങ്ക് യു. കഴിഞ്ഞു എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ. അപ്പൊ അതിന്റെ പിയാലെ ഐ അതെ തിങ്ക് അതെ. സോ, ഇനിയുള്ള ഒരു ഗ്രൂപ്പിൽ പറയും. അപ്പം ഇന്ന് ക്ലാസ്സിന് വരികയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. Thank you once again, Thank you, and ma'am. good day to everyone. താങ്ക് യു. വിഷിംഗ് ഓൾ എ ഗുഡ് ഡേ. ചന്ദ്രമാമിനെയും സൂസമാമിനെയും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. ഈ രാവിലെ വീട്ടിലൊക്കെ നിലവിളക്ക് ഇങ്ങനെ വെക്കുമല്ലോ, ആ ഒരു പ്രതീതിയാണ് സൂസമാമിനെയൊക്കെ ഇങ്ങനെ രാവിലെ കാണുമ്പോൾ. Thank you. താങ്ക് യു.